ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി ടെലിഫോണായിരുന്നു. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ഇതിപ്പോൾ പോലീസിന്റെ ഈ കോളേജ് അധികൃതർ പൂർണ്ണമായും ഇവരുടെ കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. അവർക്ക് പങ്കില്ല. ഈ പുറത്തുനിന്ന് വന്ന നീറ്റുമായി ബന്ധപ്പെട്ട സംഘമാണ് ഇത്തരം വിഷയത്തിലേക്ക് പോയത്. ഏതായാലും ലജ്ജാകരമായ പ്രാകൃതമായ ഒരു നടപടിയായി പോയി. കൃത്യമായ നടപടി, ആരാണ് കുറ്റക്കാർ, അവർക്കെതിരെ എത്രയും വേഗം ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും കോളേജിനെ സംബന്ധിച്ച് കോളേജിന് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. കാരണം അവർ കോളേജ് നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നതിനപ്പുറത്തേക്ക് അതിന്റെ പരിശോധനയും നടത്തിപ്പിലും ഒരു ചുമതലയും കോളേജിനെ സംബന്ധിച്ചിടത്തോളമില്ല. കോളേജിൽ ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഉണ്ടാകുന്നുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം നീറ്റിന്റെ നടത്തിപ്പ് ഏജൻസി ആയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ടെസ്റ്റ് നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരുതരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് അവിശ്വസിക്കാൻ കഴിയില്ല. കാരണം രക്ഷകർത്താക്കളും അവരുടെ കുട്ടികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികൾ മാധ്യമങ്ങളിലൂടെ തന്നെ രക്ഷകർത്താക്കൾ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ അതിനെ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? അകാരണമായി കുട്ടികൾ അവരുടെ അടിവസ്ത്രം അഴിപ്പിച്ചു എന്നും അതുമായി പരീക്ഷകൾ അത് കയ്യിലെടുത്തുകൊണ്ട് പോകണമെന്ന് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞ് സ്വയം അപമാനിതരാകേണ്ട കാര്യം ആർക്കെങ്കിലുമുണ്ടോ? അപ്പൊ ഇത് വളരെ പാവപ്പെട്ട കുട്ടികൾ, അതും നമുക്കറിയാം 17 വയസ്സ് 18 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, ആ പെൺകുട്ടികൾ അവരുടെ അടിവസ്ത്രം അഴിപ്പിക്കുക, എന്നിട്ട് ഏതാണ്ടൊരു പട്ടാള ഭരണം പോലെ രാജ്യത്തെ ജനങ്ങളെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും വളർന്നു വരുന്ന പുതിയ തലമുറയെ മാനസികമായി പീഡിപ്പിക്കുക, ശാരീരികമായി പീഡിപ്പിക്കുക ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഈ പരീക്ഷാ നടത്തിപ്പിന്റെ ജില്ലയിലെ ചുമതലക്കാരൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്. എന്തൊരു വൈരുദ്ധ്യമാണെന്നുള്ളത്. ആരെങ്കിലും ഇത് അതിന്റെ കാരണം അങ്ങനെ ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കാൻ സാധ്യതയില്ല. ഏത് കുട്ടിയാണിത് മുഖാന്തരം രേഖാമൂലം പരാതിപ്പെടുക? കാരണം ഞാൻ അപമാനിതയായി എന്ന നിലയിൽ പരാതിപ്പെടാനുള്ള ആർക്കും പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അത് കൗമാരപ്രായത്തിലുള്ള പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതാണോ? ആ സാങ്കേതികത്വത്തിന്റെ പേരിൽ പരാതി രക്ഷകർത്താവിൽ നിന്നോ കുട്ടിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷാ നടത്തിപ്പുകാരുടെ പരിശ്രമം. ഒരു തരത്തിലും അത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പ്രതികരിച്ചതാണ്, ഈ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രതലത്തിൽ അന്വേഷിക്കണം. ഇന്ന് ഞാൻ അടിയന്തര പ്രമേയത്തിന് പാർലമെന്റിൽ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. സഭാ നടപടികൾ സുഗമമായി നടക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സഭയിൽ ഉന്നയിക്കാൻ വേണ്ടി പരിശ്രമിക്കും. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കാണുന്നുണ്ട്. ഈ കാര്യത്തെ സംബന്ധിച്ച് ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ നേരിൽ കാണുന്നുണ്ട്. അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും. ഒരു സംശയമുണ്ട്, വളരെ ഗൗരവത്തോടുകൂടി ഈ പ്രശ്നം ടേക്കപ്പ് ചെയ്യും. മാത്രമല്ല ചടയമംഗലം പോലീസ് ഈ കാര്യത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. ഒന്നുമില്ലാതെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കഴിയുക? അതും കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഒരു ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വീഴ്ച, മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധിയായ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഈ നടപടിക്രമങ്ങളിലെ ഒരു കാർക്കശ്യം അത് വലിയ വിഷയമാണ്. കുട്ടികൾക്ക് മാനസികമായി നല്ല നിലയിൽ ഈ പരീക്ഷ എഴുതാൻ പറ്റാത്ത പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട് പലപ്പോഴും. ഇന്നലത്തെ സംഭവമാകട്ടെ കുറച്ചുകൂടി കടുത്തുപോയി. എന്തുകൊണ്ടാണ് സുതാര്യമായി കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിലൊക്കെ ഈ പുതിയ യുഗത്തിൽ ഇങ്ങനെ കാർക്കശ്യത്തോടു കൂടി ഒരു പരീക്ഷാ സംവിധാനം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. അല്ല, പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ വസ്ത്രപരിശോധനയുമായി എന്ത് ബന്ധമാണ്? എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അടിവസ്ത്രത്തിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ച് പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇത് പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അധ്യാപകർ അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ അത് നിയോഗിക്കപ്പെടുന്ന ആൾക്കാർ പരീക്ഷാ ഹാളിൽ ഉണ്ടാകും. അവർക്ക് പരിശോധിക്കാവുന്നത് കാണാവുന്നതല്ലോ. അടിവസ്ത്രത്തിൽ നിന്ന് ഏതെങ്കിലും തുണ്ടോ കടലാസോ എടുത്ത് ഇതുപോലെ OMR ടൈപ്പിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്, എന്ത് ന്യായീകരണമാണ്? കാർക്കശ്യത്തിന്റെ ആവശ്യം എന്താണ് ഈ കാര്യത്തിൽ? കാർക്കശ്യം വേണം. പരീക്ഷയിൽ മാനിപ്പുലേഷൻ ഉണ്ടാകാൻ പാടില്ല, അനധികൃതമായിട്ടുള്ള ഒരു തരത്തിലുള്ള അവിഹിതമായ ഇടപെടലും ഉണ്ടാകാൻ പാടില്ല എന്നതൊക്കെ നമ്മൾ യോജിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ മെന്റലി ആൻഡ് ഫിസിക്കലി കുട്ടികളെ ഹരാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവരുടെ എന്താണ് അവരെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നീതീകരിക്കാൻ കഴിയുക? അതുകൊണ്ട് കർശനമായ നടപടി ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇന്ന് മാത്രവുമല്ല, നീറ്റിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് സാമുദായികമായിട്ടുള്ള വികാരങ്ങളെ അപമാനിക്കുന്ന നിലയിലുള്ള സംഭവവാസങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്പർദ്ധയുമായി ബന്ധപ്പെട്ട മുമ്പ് കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രശ്നം ഗൗരവത്തോടുകൂടി കാണണം. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മാത്രമല്ല, തുടർന്നുള്ള പരീക്ഷയുടെ നടത്തിപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുതാര്യതയോടുകൂടി പരാതിരഹിതമായി വളരെ മാന്യമായ നിലയിൽ നടത്താൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നടപടികളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ.